ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. മാരീഷൻ വി കൃഷ്ണമൂർത്തി കഥാ തിരക്കഥ സംഭാഷണം ചെയ്ത് സുധീഷ് ശങ്കർ സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് മാരീഷൻ. വടിവേലു ഫഹദ് ഫാസിലും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആസ് യൂഷ്വൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന ഫഹദ് ഫാസിൽ സിനിമയാണ് മാരീഷൻ. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. ഫഹദിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കള്ളന്റെ റോളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ള റോളും, അല്ലെങ്കിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അങ്ങനെയുള്ള ജസ്റ്റേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം അതുപോലൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. താൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു മോഷണങ്ങൾക്ക് തന്റേതായ രീതിയിലുള്ള തമാശ രൂപേണയുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു കള്ളൻ, ആ ഒരു വേഷത്തിലാണ് ഫഹദ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വടിവേലിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം മലയാളത്തിലെ സുരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് അദ്ദേഹത്തിന്റെ കോമഡി റോൾസിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ചളി റോളുകൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന കുറെ തമാശ റോളുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ റോൾസിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും അദ്ദേഹത്തിന് അത്ര കാലിബർ ഉണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് വടിവേലുവിൻ്റെത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ വടിവേലുവിന്റെ സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര ഒരു ക്യാരക്ടർ റോൾസുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. സുരാജിന്റെ കാര്യം പോലെ തന്നെ വടിവേലു കോമഡിയിൽ നിന്നും ക്യാരക്ടർ റോൾസിലേക്ക് വന്നപ്പോഴത്തേക്കും അദ്ദേഹം ആ റോൾസ് ഒക്കെ എത്ര തന്മയത്വത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തിടെ ഇറങ്ങിയ സിനിമകളൊക്കെ, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അതിന് ശരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പഴയ ഡയറക്ടേഴ്സ് ഒന്നും അദ്ദേഹത്തിന്റെ ഈ കാലിബർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കോമഡി റോൾസുകളിലേക്ക് മാത്രം അദ്ദേഹം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് തോന്നുന്നു. അപ്പൊ ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ഒരു ഒരു ത്രൂ ഔട്ട് ഒരു വടിവേലു ഷോ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അൽഷൈമേഴ്സിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിട്ടാണ് വടിവേലുവിനെ നമ്മൾ ഇതിൽ കാണുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറും വടിവേലു അവതരിപ്പിക്കുന്ന അൽഷൈമേഴ്സ് അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പേഷ്യന്റും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യവും അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ജേർണിയുമാണ് അതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഇവർ രണ്ടുപേരും പിന്നെ ഒരു RX-100 ആണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് തന്നെ പറയാം. ഒരു കൈൻഡ് ഓഫ് ഒരു റോഡ് മൂവി പോലെ അങ്ങനെയാണ് ആ ഒരു ജേർണിയാണ് പോകുന്നത്. സിനിമ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടി പോയ പോലെ തോന്നി. ലാഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്രിസ്പായിട്ട് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയുടെ ആ ഒരു പേസ് ഒരു ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഒട്ടും ലാഗ് ഇല്ലാണ്ട് തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു സെക്കൻഡ് ഹാഫ് സിനിമ പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും നമ്മൾ സിനിമയുടെ ഒരു മെയിൻ ത്രെഡ് എന്താണെന്ന് നമുക്ക് അൺവീൽ ആയിട്ട് വരുന്നത്. പിന്നെ അങ്ങോട്ടാണ് ക്യാരക്ടർ റെവലേഷനും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു പാസ്റ്റും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനോട് സംബന്ധിച്ചുള്ള കുറെ ഇൻസിഡൻസും അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ട കുറെ ഇൻസിഡൻസുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കുമാണ്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു പേസ് കുറവോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫ് ശരിക്കും പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് വടിവേലു ആണ് സിനിമ കൊണ്ടുപോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ സബ്ജക്ട് അങ്ങനെ ഭയങ്കര ഫ്രഷ് സബ്ജക്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ത്രെഡ് തന്നെയാണ് ഇത്. പക്ഷെ എന്നുണ്ടെങ്കിൽ സിനിമകളെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നത് ആ സിനിമ എടുത്തിരിക്കുന്ന രീതി അല്ലെന്നുണ്ടെങ്കിൽ അതിലെ പെർഫോമൻസുകളാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പെർഫോമൻസ് കൊണ്ടും മേക്കിംഗ് കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആ സ്ക്രിപ്റ്റ് കൊണ്ടും ഒക്കെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് മാരീഷൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞു ആകെ എന്താ പറയാ മെയിൻ ആയിട്ട് വരുന്നത് 3 ക്യാരക്ടേഴ്സ്, ഒരു RX-100ഉം വടിവേലും ഫഹദാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിനിമ ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ഫേസസ് ഉണ്ട്. ഇപ്പൊ വടിവേലുവിന്റെ വൈഫായിട്ട് വരുന്നത് സിത്താരയാണ്, നമ്മൾ പണ്ടൊക്കെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന സിത്താര. അതുപോലെ ഫഹദിന്റെ അമ്മ റോള് ചെയ്തിരിക്കുന്ന രേണുക എന്ന നടിയാണ്. അവരൊക്കെ ചെയ്തിരിക്കുന്ന റോളുകൾ നല്ല മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിത്താര ചെയ്ത റോളും നല്ല രസമായിട്ട് തന്നെ എനിക്ക് തോന്നി. അതുപോലെ കോവൈ സരള, നമ്മുടെ നിറത്തിലെ ശുക്രിയ, പുള്ളിക്കാരി ഈ സിനിമയിൽ ഒരു പോലീസ് ഓഫീസറിന്റെ റോള് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല പുള്ളിക്കാരുടെ റോൾ ഇഷ്ടപ്പെട്ടു. ലുക്ക് ഒരു വേറെ ലുക്കാണ്, കാരണം മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ്. നല്ല രസമായിട്ടുണ്ട് പുള്ളിക്കാരിയുടെ റോള്. ഞാനങ്ങനെ എല്ലാ തമിഴ് സിനിമകളും ഒന്നും കാണുന്നതല്ല, അതുകൊണ്ടായിരിക്കണം ചിലപ്പം എനിക്ക് പുള്ളിക്കാരി ഒരു നല്ലൊരു ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ കണ്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. കിട്ടിയ റോള് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതില്. അതുപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് വന്നിട്ടുള്ളത്. തുടക്കം മുതൽ ടൈറ്റിൽ സോങ് ആണെന്നുണ്ടെങ്കിലും ത്രൂ ഔട്ടുള്ള ബിജിഎംസ് ആണെന്നുണ്ടെങ്കിലും അങ്ങ് ഭയങ്കര മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എന്നുള്ളതല്ല. പക്ഷെ ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ടൈറ്റിൽ സോങ് എനിക്ക് നല്ലോണം ഇഷ്ടമാവുകയും ചെയ്തു. മൊത്തത്തില് ഇപ്പൊ ഫഹദിന് കൊടുത്തിരിക്കുന്ന ബിജിഎംസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മാരീശൻ. ഫസ്റ്റ് ഹാഫ് ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവി തന്നെയാണ് മാരീശൻ. എനിക്ക് തോന്നുന്നത് ഇത് OTT വരുമ്പോഴത്തേക്ക് ആളുകളൊക്കെ ശരിക്കും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഒരു മൂവി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.